നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിൽ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനവും നടന്നു. വാർഷികാഘോഷം കൗൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. ചേനം ADS വാർഷികം ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട്ടിലെ തിരവെള്ളാട്ട് മഹോത്സവത്തിന് തുടക്കം. ശനിയാഴ്ച മുതൽ 14 വെള്ളിയാഴ്ച വരെയാണ് ആഘോഷം. വാർത്തകൾ വിശദമായി. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിൽ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനവും നടന്നു. വാർഷികാഘോഷം കൗൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. ഒരു 4 കൊല്ലം മുപ്പാട് 5 കൊല്ലം മുപ്പാട് ഈ സ്കൂള് നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു എന്ന് ഞാനും സംശയിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അനവധി വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിൻ്റെ മാനേജ്മെൻ്റ് ആയാലും HM ഒക്കെ ആയാലും ഈ മേഖലകളിലെ കുട്ടികളെല്ലാം ഇന്ന് നമ്മുടെ ഈ സ്കൂളിലേക്കാണ് കടന്നു വരുന്നത്. ഒരു അംഗൻവാടി ആയാലും അത് കഴിഞ്ഞ് വരുമ്പോൾ അംഗൻവാടി ടീച്ചർമാർ വരെ പറയും, നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട, തൈക്കാട്ടുശ്ശേരിയിലെ പറയ പ്രസന്ന ടീച്ചറുടെ സ്കൂൾ എന്നാണ് പറയുക. അതൊരു അംഗീകാരം തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളോടുള്ള സ്നേഹവും പരിപാലനവും ഇവിടെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ലൊരു കാഴ്ചപ്പാടൊക്കെയുള്ള ഒരു നിലപാടാണ് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരും മാനേജ്മെൻ്റൊക്കെ എടുക്കുന്നത്. ചടങ്ങിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷാരംഭം പൂർവ്വ വിദ്യാർത്ഥി KV രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ സ്റ്റേജ് സമസ്ത കേരള വാരിയർ സമാജം സംസ്ഥാന ട്രഷറർ VV ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണ വാര്യർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TV ശങ്കരൻകുട്ടി, പ്രധാനാധ്യാപിക AV പ്രസന്ന, കൽപ്പകം, VV സതീശൻ, ഗീത രവീന്ദ്രൻ, M വിനീത്, ചിഞ്ചു അനുമോദ്, രബിത പ്രശാന്ത്, AC സുരേഷ്, ST ചിന്മയ്, EU ദുർഗ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി. ചേനം ADS വാർഷികം ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബിനികളെ വരുമാനം ഉണ്ടാക്കി കൊണ്ടുവരാനും നമ്മളെ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ഈ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല അമ്മമാരും, നമ്മുടെ പെൺമക്കളാണെങ്കിലും ശരി, നമ്മൾ ഒരു വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് പ്രകൃതം ആയിരുന്നു നമുക്കൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും വീട്ടിലിരിക്കുന്ന സ്ത്രീ ജനങ്ങൾ കുറവാണ്. വളരെ എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ പുറത്തു പോവുകയോ അല്ലെങ്കിൽ നമ്മളായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തി വീട്ടിലൊരു വരുമാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന അമ്മമാരാണ് നമ്മളെല്ലാവരും. ഏതൊരു പ്രവർത്തനങ്ങളും, പഞ്ചായത്തിൻ്റെ ഏതൊരു പ്രവർത്തനങ്ങളാണെങ്കിലും ഏതൊരു പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, കുടുംബശ്രീയെ നമ്മൾ പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പഞ്ചായത്തിനോടൊപ്പം നിൽക്കുന്ന കുടുംബശ്രീ അംഗങ്ങളാണ്. നമ്മുടെ ചേനത്താണെങ്കിൽ 23 കുടുംബശ്രീകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോ കുടുംബത്തിലത്തെ ഒരംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളായിട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒത്തൊരുമയുടെ ഒരു കാര്യം. CDS അംഗം രജനി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ആകെ അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത് 23 അയൽക്കൂട്ടങ്ങളാണ്.
ആ 23 അയൽക്കൂട്ടങ്ങളും വിളിച്ചാ വിളിപ്പുറത്ത് എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ പാർലം CDSന് ഒരു മുതൽക്കൂട്ടാണ് ചേനം ADS എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വക സംശയവുമില്ല. എൻ്റെ വാർഡായതുകൊണ്ടല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. ചേനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് മേഖലയാണെങ്കിലും ADSന്റെ കാര്യത്തിൽ, അതായത് അയൽക്കൂട്ട അംഗങ്ങളാണെങ്കിലും ഒത്തൊരുമയ്ക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് ചേനം. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നാലും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മുന്നിൽ നിൽക്കുവാനായിട്ട്, ഒത്തൊരുമിച്ച് നിൽക്കാനായിട്ട് എല്ലാ ജനങ്ങളും ഒന്നുപോലെ നിൽക്കുന്ന, ജാതി മതം രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു നാടാണ്. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് ധനസഹായം കൈമാറി. ഉപജീവന സമിതി കൺവീനർ രേഖ സാഗർ, സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ ശൈല രാജൻ, 5ാം വാർഡ് CDS അംഗം സുധാ അനിലൻ, ഷാജിദ ഗോപിനാഥൻ, ചന്ദ്ര ധർമ്മദാസ്, സന്ധ്യ വിക്രമൻ എന്നിവർ സംസാരിച്ചു. ബാലസഭ, കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട്ടിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന് തുടക്കം. ശനിയാഴ്ച മുതൽ 14 വെള്ളിയാഴ്ച വരെയാണ് ആഘോഷമെന്ന് ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് KS സുജിത് ലാൽ, KV സൈലേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാത്രി 7-ന് ചെമ്മീൻ മ്യൂസിക്കൽ ബാൻഡും സീനിയേഴ്സ് ചിങ്കാരിമേളവും സംയുക്തമായി അവതരിപ്പിക്കുന്ന മെഗാ ഷോയോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. ഞായറാഴ്ച രാത്രി 7-ന് കാനാടി മഠം സൂര്യബ്രഹ്മ കലാക്ഷേത്രം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ അരങ്ങേറും. തിങ്കളാഴ്ച താന്യം പഞ്ചായത്തിലെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. തുടർന്ന് കാനാടി മഠം നടന സരോവരം വിദ്യാർത്ഥികളുടെ സംഗീത കച്ചേരിയും തദ്ദേശവാസികളുടെ കലാപരിപാടികളും നടക്കും. ചൊവ്വാഴ്ച ദേശവാസികളുടെ കലാപരിപാടികളും ബഡായി ബംഗ്ലാവ് ഫെയിം കോട്ടയം സ്റ്റാലിൻ അവതരിപ്പിക്കുന്ന ഫിഗർ ഷോയും നടക്കും. ബുധനാഴ്ച രാവിലെ 10-ന് ഡോക്ടർ ദിനേശ് കർത്ത ചാക്യാർകൂത്ത് അവതരിപ്പിക്കും. തിറവെള്ളാട്ട് മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്ന ഫെബ്രുവരി 13 വ്യാഴാഴ്ച തിറമണ്ണാർക്ക് വരവേൽപ്പ്, തിറമുഖത്ത് കളം, വൈകിട്ട് നിറമാല, പച്ച, കേളി, തായമ്പക എന്നിവയും വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും നടക്കും. തൃപ്രയാർ രമേശന്മാരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം, പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ ആൽത്തറമേളം, പാണ്ടിമേളം, പഞ്ചാരിമേളം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. മയൂരനൃത്തം, തെയ്യം, കാവടിയാട്ടം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 10-ന് മഹാരൂപക്കളം ആരംഭം, ഉച്ചയ്ക്ക് രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് മലനായാടിക്ക് കളം എന്നിവ നടക്കും. പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട്ടിലെ തിറവെള്ളാട്ട് മഹോത്സവം ആണ് ഫെബ്രുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കാൻ നമ്മൾ കാനാടി മഠം CSM ട്രസ്റ്റിൻ്റെ വക തീരുമാനം. വർഷം നടത്തിയവരിനെ വളരെ ഗംഭീരമായി തന്നെ ഈ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 8-ാം തീയതി രാത്രി 8 മണിക്ക് ചെമ്മീൻ മ്യൂസിക്കൽ ബാൻഡും സീനിയേഴ്സ് ചിങ്കാരി സംയുക്തമായി അവതരിപ്പിക്കുന്ന ഒരു മെഗാ ഷോ എന്നുണ്ട്. പിന്നെ ഫെബ്രുവരി 9 രാത്രി 7 മണിക്ക് സൂര്യബ്രഹ്മ കലാക്ഷേത്രം കാനാടി മഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയുമുള്ള സെന്റ് പാട്രിക്സ് അക്കാദമി വല്ലച്ചിറയിലും. ലോകോത്തര വിദ്യാഭ്യാസ മികവ് ഉറപ്പു നൽകിയാണ് വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള സെന്റ് പാട്രിക്സ് അക്കാദമി ഇപ്പോൾ വല്ലച്ചിറയിലും പ്രവർത്തനം തുടങ്ങുന്നത്. പാട്രീഷ്യൻസ് ബ്രദേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെയിന്റ് പാട്രിക്സ് അക്കാദമിയുടെ ഇന്ത്യയിലെ 25ാമത്തെയും കേരളത്തിലെ 3ാമത്തെയും സ്കൂളാണ് വല്ലച്ചിറയിലേത്.
ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മികവിന്റെ കേന്ദ്രം തുറക്കുന്നത്. ആദ്യ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. LKG, UKG 1 ക്ലാസുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂളിന്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഇന്ത്യ ആൻഡ് ഘാന പ്രൊവിൻഷ്യൽ ലീഡർ പട്രീഷ്യൻ ബ്രദർ ജോർജ് മങ്കര നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ്, സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളുടെ ജീവിതത്തിൽ മക്കൾ പഠിച്ചെടുക്കിയ ഓരോ കാര്യങ്ങളും അപ്പോഴും ആത്മജ്ഞാനവും ദൈവജ്ഞാനവും ലോകജ്ഞാനവും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള അക്വിസിഷൻ ഓഫ് നോളജ്. ഈ നോളജിനോടൊപ്പം തന്നെ വി ലേൺ സ്കിൽസ്. ഒരുപാട് സ്കിൽസ് നമുക്ക് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എഡ്യൂക്കേഷനിലൂടെ, പ്രത്യേകിച്ച് സെയിൻറ്റ് പാട്രിക്സ് ഈ വിദ്യാലയത്തിലൂടെ നമ്മൾ നമ്മുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഒരുപാട് സ്കിൽ, മേ ബി ഫസ്റ്റ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്. ഇപ്പം ഞാൻ പറയുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ മക്കൾക്ക്, കാരണം ദേ നോ ദ ആക്സെന്റ് ആൻഡ് ഓൾ. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ആക്സെന്റ്. ഐ മേ ബി ഹാവിങ് മൈ ഇന്ത്യൻ ആക്സെന്റ്, ബട്ട് ദേ മേ ബി ഗെറ്റിംഗ് ദി ആക്സെന്റ് ഓഫ് സംടൈംസ് മേ ബി ഐറിഷ് ആക്സെന്റ്, മേ ബി US ആക്സെന്റ്, ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ആക്സെന്റ്. വല്ലച്ചിറയ്ക്ക് പുറമെ വയനാട് മാനന്തവാടി, എറണാകുളം, അങ്കമാലി എന്നിവിടങ്ങളിലാണ് സെയിന്റ് പാട്രിക്സ് അക്കാദമി സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. As Patrician Brothers, our main vision and mission is to provide quality education wherever we are, to provide all-around development. And our founder taught us love God and live together in peace and charity with the brothers, with the staff, with the students and all people around. The message of breastplate of St. Patrick also the same: seek Christ in and around. And that we saw in the first part of the program. വിവരങ്ങൾക്ക് 9778462025. കോടന്നൂർ ബാർ പരിസരത്തുണ്ടായ അക്രമത്തിൽ പ്രതികൾ പിടിയിലായി. ഓട്ടോറിക്ഷ ദേഹത്തിടിക്കാൻ വന്നുവെന്ന് ആരോപിച്ച് ഓട്ടോ യാത്രികനെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിലായത് തിരുവനന്തപുരത്ത് നിന്നും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കോടന്നൂർ ബാറിന്റെ പാർക്കിംഗ് പരിസരത്ത് വെച്ച് ചേനം സ്വദേശിയായ അഖിൽ കൃഷ്ണൻ എന്ന 36 വയസ്സുകാരനെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ദേഹത്ത് തട്ടിയതിലുള്ള വിരോധത്താൽ അഖിൽ കൃഷ്ണനെ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ കീ ഉപയോഗിച്ച് വായിലും മൂക്കിലും ഇടിച്ച് കൈകൊണ്ട് മുഖത്തും തലയിലും ഇടിച്ചും ഓട്ടോയിൽ കയറിയ അഖിൽ കൃഷ്ണനെ വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി വീണ്ടും ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചും ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കോടന്നൂർ വടക്കുംപറമ്പിൽ 18 വയസ്സുള്ള നിർമ്മൽ, അമ്മാടം പഴയ ഷാപ്പ് കണ്ടൻകേരിൽ വീട്ടിൽ 19 വയസ്സുള്ള അക്ഷയ്, കണിമംഗലം പനമുക്ക് വെളിത്തോടത്ത് 22 വയസ്സുള്ള അഖിലേഷ് എന്നിവരെയാണ് തിരുവനന്തപുരത്തു നിന്നും അന്വേഷണ സംഘം പിടികൂടിയത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികളെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തു നിന്നുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ, TN പ്രദീപൻ, സജിബാൽ, ജീവൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽദാസ്, അജിത് കുമാർ, AK അജിത്, സോഹൻലാൽ എന്നിവരും ഉണ്ടായിരുന്നു.
ഇരിങ്ങാലക്കുട പോട്ട സംസ്ഥാന പാതയിൽ വല്ലക്കുന്നിൽ ഇരുചക്രവാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു. കരുവന്നൂർ തേലപ്പള്ളി സ്വദേശി മംഗലൻ 58 വയസ്സുള്ള സജിത്താണ് മരിച്ചത്. വല്ലക്കുന്നിൽ ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുന്ന സജിത്ത് ഷോപ്പ് അടച്ച വെള്ളിയാഴ്ച രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ശനിയാഴ്ച 4:30 സെയിന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. അമ്മ ഫിലോമിന, ഭാര്യ റാണി, മക്കൾ മേഘ, എൽമീറ, മരുമകൻ ആൽവിൻ. ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 224 കുപ്പി മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. മാഹി പള്ളൂർ സ്വദേശി 50 വയസ്സുള്ള ജംഷാദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് കടത്തലിനെതിരെ ജില്ലാ പോലീസ് മേധാവി ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിൽ പുലർച്ചെയോടെ അമിത വേഗത്തിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിക്കുകയായിരുന്നു. വാഹനത്തിന്റെ ഡിക്കിയിൽ രഹസ്യമായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. കൊടകര പേരാമ്പ്രയിൽ ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച മദ്യവിൽപ്പന നടത്തിവരുന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്നും വാട്സാപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച മദ്യവിൽപ്പന നടത്തുകയാണ് രീതിയെന്നും പോലീസ് പറയുന്നു. അന്വേഷണ സംഘത്തിൽ കൊടകര ISHO PK ദാസ്, സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, ASIമാരായ ബൈജു, ഷീബ, ഗോകുലൻ, ബിനു പൗലോസ്, സീനിയർ CPOമാരായ ഷിജു, സഹദ്, സനൽ, CPOമാരായ ആഷിഖ്, ശ്രീജിത്ത്, ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ഷനൂഹ് CK എന്നിവരാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ വളയം പിടിക്കുന്ന ബസ്സിൽ മകൾ ഡബിൾ ബെല്ലടിച്ചു. യാത്രക്കാരനായി കേന്ദ്രമന്ത്രി കൂടി എത്തിയതോടെ യാത്ര ഉഷാറായി. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാമപ്രിയ എന്ന ബസ് അച്ഛന്റെയും മകളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. അച്ഛൻ കൊടുങ്ങല്ലൂർ സ്വദേശി ഷൈൻ ഡ്രൈവറും മകൾ അനന്തലക്ഷ്മി കണ്ടക്ടറുമായുള്ള ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കാളിയായി. ചെറുപ്പം മുതൽക്കേ വാഹനങ്ങളോടുള്ള പ്രിയമാണ് അനന്തലക്ഷ്മി എന്ന പെൺകുട്ടിയെ കണ്ടക്ടർ കുപ്പായം അണിയിച്ചത്. MCOM പഠനത്തിനൊപ്പമാണ് അനന്തലക്ഷ്മി ഈ കണ്ടക്ടറായി ജോലി ചെയ്യുന്നത്. ഇപ്പൊ കണ്ടക്ടറായിട്ട് 1.5 കൊല്ലായി. ഗ്യാപ്പിന് പോയിരുന്നു, അത് ഒരു 3 കൊല്ലായി. ഇപ്പൊ സ്ഥിരമായിട്ട് പോയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു ക്ലാസ് തുടങ്ങിയപ്പോ ക്ലാസ്സിനും പോയി. ശരി, മാത്രം ഇപ്പൊ CMAക്കും പഠിക്കണ്ടേ, MCOMനും പഠിക്കണ്ടേ. കോവിഡാനന്തരമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബസ് സർവീസ് നടത്തുക എന്നത് ശ്രമകരമായി മാറിയപ്പോഴാണ് സ്വന്തം ബസ്സിൽ അനന്തലക്ഷ്മി ധൈര്യമായി കണ്ടക്ടറായത്. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ധന്യയുടെ മകൾ കൂടിയാണ് അനന്തലക്ഷ്മി. ചെറുപ്പത്തിലേ തുടങ്ങിയ ആള് പോവായിരുന്നു. ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങി അച്ഛൻ്റെ കൂടെ പോവായിരുന്നു. അത് വെറുതെ പോയിരുന്നതാണ്. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ വണ്ടിയിൽ പോകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പഠനം ഒക്കെ ഇതാവില്ലെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു ഇത്. അല്ലാതെ വേറൊരു ടെൻഷനൊന്നും ഉണ്ടായില്ല. അച്ഛനുള്ള കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിവിടെ സർവീസ് നടത്തുന്നവരായതുകൊണ്ട് അങ്ങനെ പേടിയുണ്ടായില്ല. പഠനത്തിന് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അതൊക്കെ ആള് തരണം ചെയ്തു. പഠനം കൊണ്ടുപോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഒപ്പം വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അനന്തലക്ഷ്മിയെക്കുറിച്ച് കേട്ടറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിൽ എത്തിയപ്പോഴാണ് ബസ് യാത്ര നടത്തിയത്. രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രനടയിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനുള്ള മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടനവും നടത്തിയ ശേഷമാണ് കോട്ടപ്പുറത്തേക്ക് ബസ് യാത്ര നടത്തിയത്. അനന്തലക്ഷ്മിയെയും അച്ഛൻ ഷൈൻ, അമ്മ ധന്യ എന്നിവരെയും പൊന്നാടി അണിയിച്ച് ആദരവ് നൽകിയ ശേഷം ബസ് യാത്രയിൽ പങ്കാളിയാവുകയായിരുന്നു. BJP നേതാക്കളും നഗരസഭാ കൗൺസിലർമാരും ബസ് യാത്രയിൽ പങ്കെടുത്തു. രണ്ടുകൈ വനമേഖലയിലെ വ്യാജ വാറ്റ് കേന്ദ്രം എക്സൈസ് സംഘം തകർത്തു. 600 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. ഉൾക്കാട്ടിൽ തേനട്ടാംപാറ ചോലയിൽ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ വിവിധ പഴവർഗ്ഗങ്ങളും തെങ്ങിൻ പൂക്കുലകളും കരിമ്പും ഉപയോഗിച്ച് വാഷ് തയ്യാറാക്കി ചാരായം വാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത്. ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. വനപാലകരുടെ സഹകരണത്തോടെയാണ് റെയ്ഡ്. മലയോര പ്രദേശത്ത് വിവിധ ഉത്സവാഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് 1500 രൂപ നിരക്കിൽ ചാരായം വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത റെയ്ഡ് നടത്തിയത്. ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ്, ചായപ്പൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് ദാസ്, അനീഷ് ചന്ദ്രൻ, മുഹമ്മദ് ഷാൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,945 രൂപ, പവന് 63,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിൽ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനവും നടന്നു. വാർഷികാഘോഷം കൗൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. ചേനം ADS വാർഷികം ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട്ടിലെ തിരവെള്ളാട്ട് മഹോത്സവത്തിന് തുടക്കം. ശനിയാഴ്ച മുതൽ 14 വെള്ളിയാഴ്ച വരെയാണ് ആഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.